ടാടേ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് 6 മണി മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. രാത്രി 8 മണി വരെ ഉള്ളതുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് 6 മണിക്കാണ് എനിക്ക് കഷായം കുടിക്കാനുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു നാഡി മർമ്മ കഷായമാണ് കേട്ടോ. അപ്പോൾ ഇത് ബോട്ടിലായിട്ടാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അതും കൂടെ അതിലിട്ടിട്ട് കലക്കിയതിന് ശേഷമാണ് നമ്മളത് കുടിക്കുന്നത്. കുടിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല കയ്പ്പാണ്. അപ്പോൾ അത് കുടിച്ചും കൊണ്ട് അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾക്കുള്ള മുട്ടയും പഴവും പാലും ഒക്കെ 6 മണിക്ക് തന്നെ അവർ കൊണ്ടുവന്ന് വെക്കും കേട്ടോ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിച്ചാൽ മതി. ഈ ഒരു സമയത്തൊക്കെ മോള് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മുട്ടയും പാലൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് അവിടെ പോയി കിടക്കും, അവളുടെ അടുത്ത് പോയി കിടക്കും, ഉറങ്ങുമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആ കുളിക്കാൻ പോകുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അവർ വന്ന് വിളിക്കും, ആ ഒരു ടൈമിൽ നമ്മളെ ബേബി ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ബേബി എണീറ്റിക്കണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ കുളിക്കാനെന്ന്. അപ്പോൾ നമ്മൾ അവർ വെയിറ്റ് ചെയ്യും കേട്ടോ. ഒരു സമയം 4 പേർക്ക് തേച്ച് കുളിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത്. 2 റൂമിലായിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ 1 മണിക്കൂറുണ്ടോ ഒരാൾക്കുള്ള ടൈം. ആ ഒരു സമയത്ത് അവർ നമ്മളെ വന്ന് വിളിക്കും, കുളിക്കാനുള്ള ടൈം ആയിക്കണം വരാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ തന്നെ നമ്മൾക്ക് പാലും മുട്ടയൊക്കെ തന്നതിന് ശേഷം അവർ നമ്മൾക്ക് നൈറ്റിൽ കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു പാത്രമാണ് കേട്ടോ തിരിച്ച് കൊണ്ടുപോകുന്നത്. അത് മോർണിംഗ് ആണ് അവരെടുത്ത് കൊണ്ടുപോവുക. ഇനി ഇതിൻ്റെ കൂടെ ഫ്ലാസ്കിലുള്ള ആ ഒരു ചായ നമ്മളെ കൂടെ നിൽക്കുന്നവർക്ക് കുടിക്കാനുള്ളതാണ് കേട്ടോ. നമ്മൾക്ക് പാലും മുട്ടയും പഴവും കിട്ടുന്ന ടൈമിൽ അവർക്ക് നോർമൽ ഒരു കാലി ചായയാണ് കിട്ടാറ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പാൽ ചായ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ്. ഇനി അവർ ഒരു 8:30 മണിയാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് വരും. എല്ലാം കൃത്യസമയത്തിനാണ് കേട്ടോ അവിടെ കിട്ടാറുള്ളത്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വന്നിട്ട് ഒരു 5-6 ദിവസമായി. അപ്പോഴും എന്താ പറയുക, ഈ ഒരു കൃത്യസമയത്തിന് അവർ വന്ന് മുട്ടും, നമ്മളെ വിളിക്കും. ആ ഒരു ഫുഡും കാര്യങ്ങളും കുളിക്കുന്നതാണെങ്കിലും ഒക്കെ കൃത്യസമയത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളെ ബേബി ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ കുറച്ച് അടുത്ത ഇതിൽ കയറാം, ഇപ്പോൾ കയറാൻ പറ്റില്ല, ബേബി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാം. നമ്മളെ വീട്ടിലാവുന്ന ടൈമിൽ എന്താ പറയുക, നമുക്ക് ആ ഒരു കുളിക്കുന്ന കാര്യമല്ലേ മടി. നമ്മൾ രാത്രിയൊക്കെ ഉറക്കം ഒഴിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോഴത്തേന് നേരത്തെ തന്നെ നമ്മളെ വിളിച്ചും കൊണ്ട് അവർ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. 7 മണിൻ്റെ മുന്നേ തന്നെ കുളിയൊക്കെ കഴിപ്പിക്കും. ഇവിടെ ആ ഒരു ഇതൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് പുട്ടും കടലക്കറിയാണ് കേട്ടോ. കടലക്കറി നല്ല തേങ്ങ വറുത്തരച്ചിട്ടുള്ള കടലക്കറിയാണ് ഉണ്ടായിരുന്നത്. നമ്മളെ വീട്ടിലെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സെയിം അത് തന്നെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നിട്ട് നമുക്കിതാ ആ മുക്കിടി കഞ്ഞി ഉണ്ടല്ലോ, സെയിം ആ ഒരു മുക്കിടി കഞ്ഞി തന്നെയാണ് ഇന്നുള്ളത്. അതിൻ്റെ കൂടെയുള്ള ആ വെള്ളം ഉണ്ടല്ലോ, ഗ്ലാസ്സിൽ കണ്ടില്ലേ, അത് വന്നിട്ട് കഷായം ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. അത് നമുക്ക് ഒരു ജഗ് ഇവിടെ കൊടുന്ന് വെക്കും. ആ ഒരു ജഗ് നമ്മൾ നൈറ്റ് ആകുമ്പോഴേക്കും കാലിയാക്കണം, ഫുള്ള് കുടിക്കണം കേട്ടോ നമ്മൾ. അതിൻ്റെ കൂടെ നമ്മൾ വേറെ നോർമൽ വാട്ടറും കൂടി കുടിക്കണം. അങ്ങനെ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണത് ഇങ്ങനെ കണ്ട് പിന്നെ ലീനു പറഞ്ഞതാണ് കേട്ടോ ഞാൻ തുറന്നു തരാൻ പാത്രങ്ങളെല്ലാം എന്ന്. എന്നിട്ട് അവളെ കേട്ടോ നമുക്ക് തുറന്നിട്ട് കാണിച്ചു തരുന്നത്. അവൾക്കിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ മോളാണ് കേട്ടോ ലീനു. അപ്പോൾ അവൾക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരു 4 മണിയായപ്പോൾ അവൾക്കൊന്ന് പുറത്തിറങ്ങണം. ഇതുവരെ റൂമിലിട്ടൊക്കെയായിരുന്നു കേട്ടോ, വെയിലാണ് പുറത്തിറങ്ങേണ്ട പറഞ്ഞിട്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പുറത്തേക്ക് കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളെയും കൂട്ടത്തിൽ ഞങ്ങൾ കളിക്കാനായിട്ട് വിടാറുണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ഫാമിലി ആയിട്ടാണ് എല്ലാവരും വന്നിട്ടുള്ളത്. മക്കളൊക്കെ സൈക്കിളോണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ സൈക്കിൾ ഓടിക്കുകയും ഊഞ്ഞാലയിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവളും ഇവിടെ കുട്ടികളുടെ അടുത്തൊക്കെ ഫ്രണ്ട്സായി. അപ്പോൾ ഞാനാണ് ഇവളെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന്. പിന്നെ എന്നെ മോള് കരയണമെന്ന് പറഞ്ഞിട്ട് അനിയത്തി വേഗം വിളിച്ചു. അപ്പോൾ ഞാൻ ഇവളോടെ നിർത്തിയിട്ട് ഞാനാണ്ട് ഉള്ളോട്ട് പോകട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വൈകിട്ട് 4 മണിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് രാഗി വിരകിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പല ദിവസം പല ഐറ്റമാണ് കിട്ടാറുള്ളത്. ഇത് തേങ്ങാപ്പാൽ, അതുപോലെ തന്നെ ശർക്കര, പിന്നെ തേങ്ങ ചിരകിയതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായിരുന്നു അന്നത്തെ വൈകുന്നേരത്തെ ഫുഡ്. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റിൽ നമുക്ക് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും അതുപോലെ തന്നെ സോയ ചങ്ക്സിൻ്റെ കറിയുമായിരുന്നു കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം നമുക്ക് ചപ്പാത്തിയും ബാക്കി 4 ദിവസം ചോറ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതിൽ തന്നെ നമുക്ക് മീറ്റും എല്ലാതും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം കാണിക്കാം. പിന്നെ രാഗി ആണെങ്കിലും ഓട്സൊക്കെ ആണെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന സ്പെഷ്യലൊക്കെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർക്കും കഴിക്കാനായിട്ടുണ്ടാവും. നമ്മൾ അത്ര ക്വാണ്ടിറ്റി ഒന്നും കഴിക്കില്ല. ഇനി വന്നിട്ട് നൈറ്റിൽ നമ്മൾക്കൊരു അരിഷ്ടം കുടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആ അരിഷ്ടം. എനിക്ക് തോന്നുന്നു ഇത് പൊതുവെ എല്ലാവർക്കും ഭയങ്കര കുടിക്കാൻ ഇഷ്ടമുള്ളൊരു അരിഷ്ടമായിരിക്കും കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ കമൻറ്റ് ഇടാൻ പറയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇപ്പോൾ കമൻ്റ് ഒന്നും ആർക്കും കാണുന്നില്ല. നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്മൈലി, ഒരു ഇമോജി എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.